ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങോ പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാനറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങോ പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാനറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ഇവിടെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് പാടാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ഇവിടെ എല്ലാ തടസ്സങ്ങളും ഓർത്ത് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പാടാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഈ ദിവ്യകാരുണ്യത്തെ നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. നമ്മുടെ ഇടയിൽ ഒത്തിരി രോഗികളുണ്ട്, ഒത്തിരിയേറെ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. പ്രത്യേകമായിട്ട് മാരക അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്ന ഒത്തിരി പേര്, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തിന് മുമ്പിൽ അസുഖങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന
ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. 10ാം ക്ലാസ്സിൽ, പ്ലസ് ടുവിൽ, പ്രത്യേകമായിട്ട് പലവിധ കോഴ്സുകൾ ചെയ്യുന്ന മക്കൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവെ അവരുടെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. യുവാക്കളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിവാഹം നടക്കാതെ ക്ലേശിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും തമ്പുരാൻ്റെ അഭിഷേകം ഓരോ യുവാക്കളിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് യുവാക്കളായ ഓരോ മക്കളെയും സൽസ്വഭാവത്തിൽ വളരാൻ വേണ്ടി, നല്ല മക്കളായി ജീവിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ക്ലേശങ്ങളും ഓർത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത മേഖലകളിലേക്കും എൻ്റെ കർത്താവെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എന്നെ കാണുന്ന ദൈവം, എന്നെ കേൾക്കുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്ന് ചിന്തിക്കാം. ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ 2 കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈശോയുടെ നാമം വിളിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നീ കടന്നു വരണേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. തമ്പുരാനെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ വിശുദ്ധീകരിക്കണേ ദൈവമേ. നിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് ചൊരിയണേ കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ നീ തൊടണേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് കൊടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്ക് ഓർക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാം. ആരോടും പറയാത്ത ഒത്തിരി വിഷമങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കത് കൊടുക്കാം. എന്നെ കാണുന്ന ദൈവം, എൻ്റെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവം എൻ്റെ മുൻപിലുണ്ടെന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി, കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കൾ, നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഈ നിമിഷം ഓർക്കാം. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നവരാ നമ്മളിൽ പലരും.
ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവരാ നമ്മളിൽ പലരും. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്നവരാ നമ്മളിൽ പലരും. ചില സങ്കടങ്ങൾ വരുമ്പോൾ, ചില വേദനകൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ പാടില്ല. എങ്ങനെ ഈ പ്രശ്നം ദൂരീകരിക്കും അല്ലെങ്കിൽ മാറ്റുമെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കെല്ലാം സമർപ്പിക്കാം. കാരണം എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ഈ നിമിഷം തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളും ദൈവത്തോട് പറയാം. ചിലപ്പോൾ നമ്മുടെ വിങ്ങലുകൾ, വേദനകൾ, സഹനങ്ങൾ, കുരിശുകൾ എല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഒരു മാരക അസുഖം കൊണ്ടോ, ചില വേദനകൾ കൊണ്ടോ, ചിലപ്പോൾ ക്യാൻസർ കൊണ്ടോ 4th സ്റ്റേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ആശുപത്രി ചെന്ന് ചികിത്സിക്കുന്ന നേരത്ത്, ഒരു ആക്സിഡൻറ്റിൻ്റെ നേരത്തോ അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് നടന്നു, നമ്മൾ ആശുപത്രിയിൽ പ്രവേശിച്ചു, ഡോക്ടറിനെ കാണിക്കാവുന്ന ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാലും ഏറ്റവും അവസാനം ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളോട്: ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ളത്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളത്. എത്ര വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാലും, എത്രയേറെ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർമാരെ കാണിച്ചാലും, എത്ര വലിയ കാര്യങ്ങൾ അതിന് പിന്നിൽ നമ്മൾ കൊണ്ടു നടന്നാലും, അവസാനം ഡോക്ടർ പറയുന്ന ബിരുദാനന്തര ബിരുദമുള്ള, ഒത്തിരിയേറെ റിസർച്ച് ചെയ്ത, ഒത്തിരിയേറെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദികളായ ഡോക്ടർമാർ പറയുന്ന ഏറ്റവും അവസാനത്തെ വചനം: ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ഇത്രയും പഠിച്ച ഡോക്ടർമാർ പോലും അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും അവസാനത്തെ ഡയലോഗ് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ അത് മനസ്സിൽ എഴുതി വയ്ക്ക്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ നീ മനസ്സിൽ എഴുതി വയ്ക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് അസുഖങ്ങൾ കടന്നു വരുമ്പോൾ, ക്യാൻസറിൻ്റെ മാരകമായിട്ടുള്ള വേദനയാൽ ഞാൻ ഓരോ ദിവസവും തേങ്ങി കരയുമ്പോൾ, എൻ്റെ കുടുംബത്തിലെ കടബാധ്യതയോർത്ത് ഞാൻ ഓരോ ദിവസവും വിങ്ങിപ്പൊട്ടി നിലവിളിക്കുമ്പോൾ, എൻ്റെ മക്കളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയോർത്ത്, ദൈവമേ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ, ഒറ്റ വചനം മനസ്സിലുണ്ടാകണം: ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ കൊച്ചിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുമ്പോൾ, ഒരു ജീവിത തടസ്സം മാറാൻ ഞാൻ കണ്ണീരൊഴുക്കി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിലവിളിക്കുമ്പോൾ, ഒറ്റ കാര്യം മനസ്സിൽ എഴുതി വയ്ക്കണം: ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, മക്കൾ ഒരു കറിവേപ്പില പോലെ മാറ്റി നിർത്തുമ്പോൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങളാൽ എൻ്റെ ജീവിതം കലുഷിതമാകുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ തടസ്സങ്ങൾ വളർന്നു വരുമ്പോൾ, എന്നെ വേദനിപ്പിക്കുമ്പോൾ, ഒരു കാര്യം മനസ്സിൽ എഴുതി വയ്ക്കണം: ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ള സത്യം. മക്കളെ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ തന്നെ നമുക്ക് കൊടുക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ കൊടുക്കാം, നമ്മുടെ തടസ്സങ്ങൾ കൊടുക്കാം, നമ്മുടെ വേദനകൾ കൊടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അച്ഛൻ, ആ വചനം ഒന്നും കൂടി പറയാം: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മക്കളെ, ദൈവം നമ്മുടെ അടുത്തിരിക്കുന്ന സമയ
ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം എൻ്റെ അടുത്തിരിക്കുന്ന സമയ എന്നെ ഒരിക്കലും അനാഥയായി വിടാത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനായിരിക്കുന്ന സമയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. മനസ്സിൽ ചിന്തിക്കാം, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എത്രയേറെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ നിങ്ങൾ ആശ്രയം കണ്ടെത്തിയാലും, എത്രയേറെ മനുഷ്യരിൽ നിങ്ങൾ ആശ്രയം കണ്ടെത്തിയാലും, രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ വരണം. നിൻ്റെ ജീവിതത്തിൽ കൃപയുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ വരണം. നിൻ്റെ കുടുംബം ഐശ്വര്യമുള്ളതായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ വരണം. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ സമർപ്പിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്ഭുതങ്ങൾ നൽകുന്നത്, അടയാളങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരുമെന്ന് കർത്താവ് പറഞ്ഞ വചനം നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർക്കാം. എൻ്റെ സഹായകൻ എൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ മാറും, ആകുലതകൾ മാറും. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ് ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. അകതാരിൽ ഉണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധേ, ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. ഒരു നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ട മേഖലകളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ തടസ്സങ്ങൾ, ആകുലതകൾ, ഭയങ്ങൾ എല്ലാം ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ആത്മാവേ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. സമസ്ത വേദനകളിലേക്കും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ആത്മാവേ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് ഒരിക്കൽ കൂടി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. നമുക്ക് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന നിമിഷം ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്നറിയോ? നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളു ശരിയല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക? നമ്മുടെ ജീവിതം ശരിയല്ലെങ്കിൽ, നമ്മുടെ നാവ് ശരിയല്ലെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ ശരിയല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകുക? ഒന്ന് ചിന്തിക്കേണ്ട കാര്യം അത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് തടസ്സമായിട്ട്, അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥകൾ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ കണ്ണീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരിയേറെ നിലവിളിക്കുന്നുണ്ട് ദൈവത്തിന് മുമ്പിൽ.
പിന്നെ എന്തേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ? നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥ തന്നെയാണ്. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആ വചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ, യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുക, നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റും, നീ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പിന്നെ എന്തേ ദൈവം ഇടപെടാത്തെ? അടുത്ത വചനം കൃത്യമായിട്ട് എഴുതി വയ്ക്കുക, നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, അകറ്റിയിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റി നിർത്തിക്കുക. അടുത്ത വചനമാണ് ഏറ്റവും കൃത്യമായിട്ട് നമ്മളോട് ഉത്തരം പറയുക. എന്താണ്? നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? എൻ്റെ ജീവിതത്തിൽ പാപാവസ്ഥയുള്ളത് കൊണ്ടാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ, ദൈവവും പിശാച്ചും ഒന്നിച്ച് വസിക്കില്ല. എൻ്റെ മനസ്സിൽ പിശാച്ചിൻ്റെതായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, വിരോധം ഉണ്ടെങ്കിൽ, വൈരാഗ്യം ഉണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ, അസൂയ ഉണ്ടെങ്കിൽ, അതൊക്കെ പിശാച്ചിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസാണ്. അങ്ങനെയുള്ള എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ ഒരിക്കലും ദൈവത്തിന് വന്ന് വസിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ധൂർത്തപുത്രനെ പോലെ നിൻ്റെ മനസ്സിൽ വന്നു പോയിട്ടുള്ള, നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ നീ ഏറ്റു പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. നമുക്ക് ഈ നിമിഷം തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കാരണം അർഹതയില്ലാതെ ലഭിക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അർഹതയില്ലാതെ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാപിയാ, നിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് പൊഴിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളും നമുക്ക് ഓർക്കാം. കുറ്റം പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ പേര് ദ്രോഹിച്ചിട്ടുണ്ട്, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ മനസ്സിൽ ഒത്തിരിയേറെ വെറുപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട്, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എൻ്റെ ദൈവത്തോട് ഞാൻ ചെയ്തു കൂട്ടിയ ഒത്തിരിയേറെ തിന്മകളുണ്ട്, ഒന്ന് ഓർക്കാം. വിശുദ്ധ കുർബാനയിൽ അലസമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വിശുദ്ധ കുർബാന മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ദൈവാലയത്തെയും ദൈവം തൊട്ട മനുഷ്യരെയും വൈദികരെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ അവരോട് വിരോധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കേണ്ടതിന് പകരം അപമാനിച്ചിട്ടുണ്ട്. പള്ളിയകത്തിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ടുണ്ട്, ഉറക്കം തൂങ്ങിയിട്ടുണ്ട്, അലസത കാണിച്ചിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമുക്കത് ഏറ്റുപറയാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്നോട് ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകൾക്കും എൻ്റെ ജീവിതത്തോട് ക്ഷമിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ വർഷിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ കാണിച്ചു കൂട്ടിയ തിന്മകളുണ്ട്. ദൈവത്തിന് മുമ്പിലേക്ക് അത് കൊടുക്കാം. കായലിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെയാ? കായലിനോട് ദൈവം ആ ചോദ്യം ചോദിച്ചു എന്നുള്ളതാ. നമ്മളോടും ദൈവം ആ ചോദ്യം ചോദിക്കും. നിൻ്റെ കൂടെയുള്ളവരെ നീ എന്താ ചെയ്തേ? വേദനിപ്പിച്ചോ? സങ്കടപ്പെടുത്തിയോ? അവർക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങൾ നീ കൊടുത്തോ? ഒത്തിരിയേറെ ബുദ്ധിമുട്ടിച്ചോ? അവരെ വേദനിപ്പിച്ചോ? ദൈവം ചോദിക്കാൻ പോണ ചോദ്യ.
നിൻ്റെ മാതാപിതാക്കളോട്, കൂടപ്പിറപ്പുകളോട്, സഹോദരങ്ങളോട്, നിൻ്റെ കൂടെയുള്ളവരോട്, ജീവിത പങ്കാളിയോട്, മക്കളോട് നീ എന്താ ചെയ്തേ ദൈവം ചോദിക്കും. നിൻ്റെ കൂട്ടുകാരോട്, നിൻ്റെ ജോലി സ്ഥലത്തുള്ളവരോട്, നിൻ്റെ വാക്കുകൊണ്ട്, നിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്താ ചെയ്തേ നീ? ദൈവത്തിന് മുമ്പിൽ അത് ഏറ്റുപറയാം. ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. 2 കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ചില തിന്മകളുണ്ട്. അഹങ്കാരം, അസൂയ, വെറുപ്പ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുക. ദൈവത്തിൻ്റെ ആലയം പോലെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ശരീരത്തെ പലപ്പോഴും പിശാച്ചിൻ്റെ കോട്ടയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വെറുപ്പും വിരോധവും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കരുതി ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയവരാണ് നമ്മളൊക്കെ. എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കണം, എന്നെ വേദനിപ്പിച്ചവരെ എങ്ങനെ ശത്രുതയോടെ പെരുമാറണം എന്നൊക്കെ മനസ്സിലിങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ അതൊന്നും ദൈവിക ചിന്തയില്ല, പൈശാചിക ചിന്തകളാണ്. നമ്മുടെ മനസ്സ് നിറയെ അതാ. ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഏറ്റുപറയാം നമുക്ക്. ദൈവമേ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തിന്മകളും പിശാചിൻ്റെ കോട്ടയാക്കി എൻ്റെ ശരീരത്തെ മാറ്റുമ്പോഴും, ദൈവമേ ദൈവത്തിന് നിരക്കാത്ത തിന്മകളിലേക്ക് എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുത്തപ്പോഴും എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി ഒരിക്കൽ കൂടി വിശ്വാസത്തോടുകൂടെ, അഭിഷേകത്തോടുകൂടെ തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ നിമിഷം പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ പാപാവസ്ഥകളെ ഏറ്റുപറഞ്ഞു തമ്പുരാൻ്റെ മുമ്പിൽ ഇനി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. ദൈവം തൊടുന്ന നിമിഷം ഇത്, ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷം ഇത്. പ്രാർത്ഥന കേൾക്കണേ കർത്താവേ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് ഓർക്കാം, ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. നമുക്കത് സങ്കടങ്ങൾ, വേദനകൾ, ദുരിതങ്ങളൊക്കെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളൊന്നും മാറില്ലെന്നേ ദൈവം വിചാരിക്കണം മാറണമെങ്കിൽ. നമുക്ക് കൂട്ടാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിനെ പറ്റൂ, അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്ക്. ദൈവമേ എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് നിന്നെ ഏൽപ്പിക്കുക, നീ ഒന്ന് ഇടപെട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളിങ്ങനെ ഈശോയെ നീ ഒന്ന് ഇടപെട്. പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്ക്. ദൈവത്തിന് തന്നെ അത് കൊടുക്ക്. നമ്മെ കൊണ്ട് കൂട്ടാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. ദൈവത്തിനെ പറ്റൂ, അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാ: നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നീ ഇന്ന് കരയുന്നവനാണോ, നാളെ ചിരിക്കുന്ന വചനം പറയണേ. നിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് സന്തോഷമാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുക. ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഓർത്തേ. മനസ്സിൽ തിങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കൊടുത്തേ. സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. അച്ഛനും വചനം ഒന്നും കൂടി പറയാം: ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. വചനം എന്താ പറയണേ? ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. എൻ്റെ വിപത്തുകളെ ദൂരീകരിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുക. എൻ്റെ അസ്വസ്ഥതകളെ ദൂരീകരിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുക. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്.
എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ എല്ലാ വേദനകളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തെ വിശദീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ വേണ്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടേതായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നമുക്ക് ഏൽപ്പിക്കാം. ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ജോലിയിൽ തടസ്സമുള്ളവരുണ്ട്, ഒരു ബിസിനസ്സിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, വിദേശത്ത് പോകാൻ തടസ്സം നേരിടുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ടാകാൻ തടസ്സം നേരിടുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരി തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതം. പലപ്പോഴും പലരും വന്നിട്ട് എന്നോട് പറയും, അച്ഛാ ചില കാര്യങ്ങൾ നടക്കണില്ല. ചിലപ്പോൾ വിവാഹമായിരിക്കാം, ഒരു തടസ്സം അത്. ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം, തടസ്സം അത്. ചിലപ്പോൾ ഒരു അഡ്മിഷൻ ആയിരിക്കാം, തടസ്സം അത്. ഈ തടസ്സം മാറ്റുന്നത് ദൈവമാണ്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് അത് കൊടുക്ക്. ചിലപ്പോൾ ഞാൻ പരീക്ഷ പാസ്സാവാത്തത് ഒരു തടസ്സമാണ്. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു തടസ്സം അത്. തമ്പുരാൻ വന്നാലേ ആ തടസ്സം മാറ്റാൻ പറ്റൂ. ലാസറെ പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് മാറ്റാനാണ് തമ്പുരാൻ പറഞ്ഞേ. കല്ലെടുത്ത് മാറ്റിയപ്പോഴാണ് ലാസർ പുറത്തു വന്നേ. നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ, തടസ്സങ്ങൾ മാറ്റണം. അത് മാറ്റാൻ കർത്താവ് വരണം. എന്നാലേ നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സം മാറി നിനക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ലാസറിൻ്റെ കുഴിമാടത്തിൽ കർത്താവ് വന്ന് പറഞ്ഞ ഡയലോഗ് എന്താ? കല്ലെടുത്ത് മാറ്റ്. കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ലാസറിനോട് കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വാ, പുറത്തു വാ. അപ്പോഴവൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നേ. നിൻ്റെ കല്ലെടുത്ത് മാറ്റുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരും. മക്കളെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഒരു വീട് പണിയാൻ ഒരു തടസ്സം നേരിടുക, ഒരു ലോൺ കിട്ടണില്ല, തടസ്സമാണ്. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാതെ. ചിലപ്പോൾ ഒരു വീട് വിറ്റുപോകാൻ പരിശ്രമിക്കേണ്ട, കിട്ടണില്ല, ശരിയാവണില്ല, തടസ്സമാണ്. ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാതെ. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച്, ദൈവമേ ഈ തടസ്സം മാറ്റാൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിൽ പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പല കുടുംബങ്ങളിലും കഷ്ടപ്പാടാ, കടബാധ്യതയാ. എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മുടെ ലക്ഷങ്ങൾ ബാധ്യതയുണ്ട്. ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം, വളരെ ശക്തിയുള്ളൊരു വചനം അത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം. ആ വചനം പറയുന്നത് എങ്ങനെയാ? വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയാണ്. ഒന്നുകൂടി അച്ഛൻ പറയാം. വിനയത്തിനും ദൈവഭക്തിക്കും, അടിവരയിടണം കേട്ടോ, വിനയത്തിനും ദൈവഭക്തിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ഉള്ള പ്രതിഫലം എന്തെന്ന് വെച്ചാൽ സമ്പത്തും ജീവനും ബഹുമതിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് സമ്പത്ത് ഉണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉണ്ടാക്കുന്ന സമ്പത്തൊക്കെ ഒരു സുപ്രഭാതത്തിൽ നശിച്ചു പോകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സമ്പത്ത് എന്നും നിലനിൽക്കും, അവൻ സ്ഥിരതയുണ്ടാവും. കാരണം സമ്പത്ത് തരുന്ന തമ്പുരാന, അനുഗ്രഹം തരുന്ന തമ്പുരാന. ദൈവത്തിന് മുമ്പിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി വേദനിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. തമ്പുരാന് മുമ്പിൽ കൊടുക്കാം. കടബാധ്യതയിൽ വലയുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തെ വിശദീകരിക്കാൻ, അനുഗ്രഹിക്കാൻ നീ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അകറ്റി ഞങ്ങൾ വിശദീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന
ഒത്തിരി രോഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി പേര് ആശുപത്രിയിലുണ്ട്. ക്യാൻസർ ബാധിച്ചവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാവുന്ന ഒത്തിരി പേര് അസുഖങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, പ്രാർത്ഥിക്കണം, കുഞ്ഞിന് ക്യാൻസറാ, 5 വയസ്സായിട്ടുള്ളൂ, 5 വയസ്സായിട്ടുള്ളൂ, ക്യാൻസറാ. ആ അമ്മ കരയാ എൻ്റെ മുമ്പിലിരുന്ന്. ഞാൻ പറഞ്ഞു, മോളെ അച്ഛൻ പ്രാർത്ഥിച്ചോളാം. ഭർത്താവ് അതിൻ്റെ അപ്പൻ ഇരുന്ന് സങ്കടപ്പെടാ. ഞാൻ ആ മകനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മോളെ പ്രാർത്ഥിക്കുക ദൈവത്തിന് മുമ്പിൽ. എത്രയോ മക്കൾക്ക് അസുഖങ്ങളുണ്ടെന്നറിയോ, ക്യാൻസർ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ ധ്യാനിപ്പിക്കാൻ പോയ സ്ഥലത്ത് എനിക്ക് സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ ഷുഗറാ കൊച്ചിന്, ജനിച്ച പാടെ ഷുഗറാ കൊച്ചിന്. എന്ത് ചെയ്യും, ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. കൊച്ചിൻ്റെ കുഴപ്പം കൊണ്ടല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ദൈവത്തിന് മുമ്പിലേക്ക് നമ്മുടെ അസുഖങ്ങൾ മുഴുവൻ ഒന്ന് സമർപ്പിക്കുക. ചെറുതും വലുതുമായ ഒത്തിരി അസുഖങ്ങൾ നമുക്കുണ്ട്. ആ അസുഖങ്ങളിൽ ഒത്തിരി വേദനിക്കുന്നവരാണ് നമ്മുടെ. ചിലപ്പോൾ കൈയുടെ വേദനയായിരിക്കാം, കണ്ണിൻ്റെ വേദനയായിരിക്കാം, ശരീരത്തിൻ്റെ വേദനയായിരിക്കാം, പേശിയുടെ പ്രശ്നങ്ങളായിരിക്കാം, കണ്ണിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം, കാതിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം. ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുക. ദൈവം തരുന്നതെല്ലാം നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണേന്ന് ചിന്തിക്കുക. നിൻ്റെ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണേ. ദൈവമേ, എൻ്റെ അസുഖങ്ങളിലേക്ക് നീ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് ഇനി ഓർക്കാം. ചിലപ്പോൾ എൻ്റെ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. അവരുടെ പഠനം, വിദേശത്തായിരിക്കുന്ന മകനും മകളും, ദൈവത്തിന് മുമ്പിലേക്ക് അതെല്ലാം കൊടുക്കുക. നമുക്ക് ജോലിക്ക് പോകുന്നവർ, യാതൊരുവിധ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒന്നുമില്ലാതെ ദൈവമേ എൻ്റെ കുടുംബത്തെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു അപകടം വന്ന തീർന്നിലെല്ലാം, ഒരു ആക്സിഡൻ്റായി തീർന്നിലെല്ലാം ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. എൻ്റെ കുടുംബത്തെ മുഴുവൻ ഏൽപ്പിക്കുക. എൻ്റെ കൊച്ചുമക്കളെ ഏൽപ്പിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഏൽപ്പിക്കുക. എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെ സമർപ്പിക്കുക. എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിൻ്റെ മുമ്പിൽ. നമുക്ക് പറ്റത്തില്ലെന്നേ ചില കാര്യങ്ങളൊക്കെ, ദൈവത്തിനെ പറ്റുള്ളൂ. വിദേശത്തായിരിക്കുന്ന എൻ്റെ മകൻ എന്ത് ചെയ്യണേ, ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നേ, എവിടെയാണ് പോണേ അറിയത്തില്ല. ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നോക്കിക്കോളുന്നേ, ദൈവം നോക്കിക്കോളും. എല്ലാവരെയും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ജയറോസ് എന്ന അപ്പൻ്റെ പ്രാർത്ഥനയാണ് ആ മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ. ചില അപ്പന്മാരും അമ്മമാരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാ ചില മക്കളൊക്കെ രക്ഷപ്പെടണേ. ചില മക്കളുടെ രക്ഷപ്പെടുന്നത് അപ്പൻ്റെ അമ്മയുടെയും കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥനയാണ്. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ജയിച്ചത്. പല മക്കളും രക്ഷിക്കപ്പെടുന്നത് അപ്പനമ്മമാരുടെ കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന കൊണ്ടാണ്, കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. നീ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. ചിലപ്പോൾ എൻ്റെ മകനോ മകളോ പ്രാർത്ഥിക്കാത്ത മകനായിരിക്കാം, മകളായിരിക്കാം. പക്ഷെ നിൻ്റെ പ്രാർത്ഥന മതി, ദൈവം അവരെ മാറ്റും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്, നിൻ്റെ പ്രാർത്ഥനകൾ കൊടുക്ക്, നിൻ്റെ സങ്കടങ്ങൾ കൊടുക്ക്, നിൻ്റെ വേദനകൾ ഏൽപ്പിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, ഏറ്റെടുക്ക്. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ, ഈ ദിവ്യകാരണത്തിന് മുമ്പിലാണ് നീ നിൽക്കണേന്ന് ചിന്തിക്കുക. അച്ഛൻ ഒരു സത്യം നിങ്ങളോട് പറയാലോ, ഈ ദിവ്യകാരണത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി മക്കളുടെ മനസ്സ് അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ, ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണേ എന്ന് ചിന്തിച്ചോളണം. ഈ ദിവ്യകാരണത്തിൽ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുക. നമുക്കറിയാലോ ദിവ്യകാരണ അത്ഭുതങ്ങളൊക്കെ. എത്രയോ മക്കൾ ഈശോയെ ഈ ദിവ്യകാരണത്തിൽ കണ്ടിട്ടുണ്ടെന്നറിയോ. നീയും പ്രാർത്ഥിച്ചാൽ ഈശോയെ കാണാൻ പറ്റും. അത്രയും മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. എത്രയോ മക്കൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവ്യകാരണത്തിൽ നിന്നും അനുഗ്രഹങ്ങളും അഭിഷേകവും കിട്ടിയിട്ടെന്നറിയോ. നീ പ്രാർത്ഥിച്ചാൽ നിനക്കും കിട്ടും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. നമ്മുടെ എല്ലാ വേദനകളും ഏൽപ്പിക്കുക, എല്ലാ സങ്കടങ്ങളും ഏൽപ്പിക്കുക. എൻ്റെ ഈശോയെ, എൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ നീ വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ പറയാത്ത എന്തെങ്കിലും പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം ഈ നിമിഷം ഓർത്തോളൂ, മൗനമായിട്ട് ഓർത്തോളൂ. എല്ലാ സങ്കടങ്ങളും ഓർത്തോളൂ, എല്ലാ വേദനകളും ഓർത്തോളൂ, നിൻ്റെ കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓർത്തോളൂ. ചിലപ്പോൾ ചില വഴക്കുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ, അതൊക്കെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്ക്. എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്ക്. ഈശോയെ, ഇതെല്ലാം തരാം ഞാൻ നിൻ്റെ മുമ്പിൽ, എല്ലാം തരാം നിൻ്റെ മുമ്പിൽ. എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വിശ്വാസത്തോടുകൂടെ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പാട്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഈശോയുടെ നോക്കി നമ്മൾ ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ശക്തമായ നാമം ഈശോയുടെ നാമ. ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും ശക്തമായ നാമം ഈശോയുടെ നാമ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്താ വചനം എന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ വചനം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഈശോയുടെ നാമം മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷയ്ക്കായിട്ട് നൽകിയിട്ടുള്ള നാമം. അതുകൊണ്ട് മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. മറ്റുള്ളവരെ നിങ്ങൾ നോക്കണ്ട. നമ്മുടെ പ്രശ്നങ്ങളിൽ ഈ കൂടെയുള്ളവർ ആരും വരില്ല നമ്മളെ സഹായിക്കാൻ. ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ കൈ ഉയർത്തിപ്പിടിക്കണ്ടേ. മനുഷ്യൻ്റെ മുമ്പിൽ നീ നോക്കി എന്നാൽ നീ ജീവിതത്തിൽ തോറ്റുപോകും. നീ ദൈവത്തെ നോക്ക്, ദൈവത്തെ നോക്ക്, ഈ ദിവികാരണത്തെ നോക്ക്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് വിളിക്കാൻ പോവാ നമ്മൾ. നീ ഓർക്കണം, നിൻ്റെ പ്രശ്നങ്ങൾ നിൻ്റേത് മാത്രം, മറ്റാരുടെയല്ല. നീ കരഞ്ഞാൽ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നീ സങ്കടപ്പെട്ടാൽ ദൈവം നിൻ്റെ കണ്ണീര് ചേർത്ത് വെച്ച് അത് മാറ്റിത്തരും. നീ എത്രത്തോളം വിലപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്രയും അനുഗ്രഹം നിനക്ക് കിട്ടും. അച്ഛൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ബർത്തിമേയുസ് എന്ന അന്ധയാചകനെ കുറിച്ച്. അവൻ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു, കേട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം പണ്ടത്തേതിനേക്കാളും ഉച്ചത്തിൽ വിളിച്ചപ്പോഴാണ് ദൈവം അവൻ്റെ മുമ്പിൽ നിന്നത്. നീ ചിന്തിച്ചു കൊള്ളണം, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ദൈവമുണ്ട് നിൻ്റെ മുമ്പിൽ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈ ദിവികാരണത്തെ നോക്കി വിശ്വാസത്തോടുകൂടെ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നവരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കടന്നവരണേ ഈശോയെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ തൊടണേ കർത്താവേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ തമ്പുരാനെ. ഇവരുടെ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ അകറ്റിക്കളയണേ കർത്താവേ. ഇവിടെ രോഗങ്ങൾ സുഖമാക്കണേ ദൈവമേ. സാമ്പത്തിക ക്ലേശങ്ങളാൽ വേദനിക്കുന്ന മക്കളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. അതിനുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ ദൈവമേ. പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കണ്ണീര് തുടയ്ക്കണേ തമ്പുരാനെ. മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഇവരുടെ വേദനകളെ നീ മാറ്റണേ ദൈവമേ. ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കൊടുക്കാം. ഈശോയെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. അവനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചെന്ന് പറയുക. അവനെ തൊട്ടവരും അവനെ നോക്കിയവരും അവൻ്റെ നിഴൽ വീണവരും ഒക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേന്ന് ചിന്തിച്ചു കൊള്ളണം. ഈ ദിവികാരണത്തിൽ ഈശോ ഉണ്ടെന്ന് ചിന്തിച്ചു കൊള്ളണം. നീ ഇന്ന് നോക്കിയാൽ, വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നീ നോക്കിയാൽ
രക്തസ്രാവക്കാരി സ്ത്രീ മാത്രം വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഈശോയെ തൊട്ടോളൂ. ഈശോയെ തൊട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടായെന്ന് പറയുക. നീ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഈശോയെ തൊട്ടാൽ നിൻ്റെ ജീവിതത്തിന് സൗഖ്യമുണ്ടാകും. മക്കളെ, രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നോക്കി പിടിച്ച് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെ നമുക്ക് നോക്കാം. ഈശോയുടെ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാം. ശിരസ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.